ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇക്കാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇക്കറിയാതെ ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഒരു കേക്ക് മേടിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ മേലാമുറി മാർക്കറ്റിനകത്തുള്ള ഗീതം സ്വീറ്റ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കേക്ക് ചെയ്യലുണ്ട്, എനിക്ക് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല. ഞാൻ കച്ചവടത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ ഇനി കേക്കും കൂടെ മേടിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ മക്കളാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഉമ്മച്ചി വാപ്പിച്ചിൻ്റെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് എന്തെങ്കിലും വാപ്പിച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിച്ച്. അപ്പോൾ 14 വർഷത്തെ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഇക്ക 7-8 വർഷം ഗൾഫിലായിരുന്നു. അപ്പോൾ എനിക്ക് ബർത്ത്ഡേ സമയത്തൊക്കെ ഇക്ക അവിടെ ആയിരിക്കും. പിന്നെ ഇക്ക അയച്ചു തരുന്ന പൈസയല്ല, അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് വരുമാനമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഇക്കാൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനൊരു ഇത് ചെയ്യുന്നതും നമുക്ക് ചെറിയൊരു വരുമാനം ഉള്ളത് കേട്ടോ. ഇക്ക എപ്പോൾ സ്റ്റോപ്പ് എന്ന് പറയുന്ന അന്ന് എനിക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഇക്കാക്ക് അങ്ങനെ പറയാൻ മനസ്സ് തോന്നിക്കല്ലേ അല്ല. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ ഇക്കാക്ക് ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു കേക്ക് മേടിക്കാനായിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇക്ക അറിയത്തില്ല ഈ ഒരു ഇത്. അപ്പോൾ ഞങ്ങൾ റെഡി ആയപ്പോൾ ഇക്ക നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക ജോലി കഴിഞ്ഞ് നേരെ ഇക്കായെ അങ്ങോട്ട് വിളിക്കാനായിരുന്നു പരിപാടി. പക്ഷേ ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പേ ഇക്ക വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ ഞാൻ വന്നപ്പോഴേ നല്ല മഴയായിരുന്നു. മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് പോകാനും പറ്റിയില്ല. അങ്ങനെ പിള്ളേരൊക്കെ റെഡിയാവുന്ന കണ്ടുകൊണ്ട് ഇക്ക ചോദിക്കുന്നുണ്ട് എവിടെ പോകാനാന്ന്. അങ്ങനെ ഞാനും പിന്നെ റെഡിയായി. ഞാൻ പറഞ്ഞു ഇക്ക ഒരുങ്ങ്, നമുക്കൊന്ന് പുറത്തോട്ട് പോകണമെന്ന്. അങ്ങനെ അവിടെ ചെന്നാണ്ടോ ഇക്ക കേക്കൊക്കെ കാണുന്നത്. മക്കൾ ആദ്യം തന്നെ വണ്ടിക്കകത്ത് എടുത്ത് വെച്ചിരുന്ന്. ഈ വീഡിയോ കാണുന്ന പലർക്കും ഇതൊരു പുതുമയായിട്ടൊന്നും തോന്നുന്നില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾക്കിത് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ പുതുപ്പള്ളി തെരുവുള്ള റിയൽ അറേബ്യയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ അൽഫാം, ബ്രോസ്റ്റഡ് അങ്ങനെയുള്ള ഐറ്റംസാണ് ഉള്ളത്. അപ്പോൾ ഈ തക്കടൂവിനെ ഫോക്കസ് ചെയ്ത് വീഡിയോ പിടിച്ചുകൊണ്ട് കുറേ പേരുടെ കാലൊക്കെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഐഷു വാപ്പിച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കേക്ക് കൊടുത്തപ്പം ഇക്ക ശരിക്കും ഞെട്ടിപ്പോയായിരുന്നു. ഇങ്ങനെ കേക്കൊന്നും മേടിച്ചതോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമെന്ന് ഇക്ക ഒരിക്കലും ഇന്ന് പ്രതീക്ഷ കാണത്തില്ല. അപ്പോൾ തക്കടൂവിനെ എടുത്ത് ഇക്ക കൈയും വായൊക്കെ കഴുകി കൊടുത്തേ. അപ്പോൾ ചുണ്ട് വെച്ചിരിക്കുന്നുണ്ടോ, മേക്കപ്പൊക്കെ ഇട്ടിട്ട് വന്നേ, മേക്കപ്പ് പോയാലോ എന്ന് പറഞ്ഞിട്ടാ കാള് മുഖം അങ്ങനെ വെച്ചിരിക്കുന്ന കേട്ടാ. അപ്പോൾ മക്കളുടെയൊക്കെ മുഖത്ത് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്കുമുണ്ട് ആ സന്തോഷം. എന്നെ ആ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് എൻ്റെ മുഖം നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇത്രയും കാലം ജീവിത ചെലവിനായിട്ട് കഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കുമ്പം നമ്മുടെ മനസ്സിനകത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങളും ഇതുപോലെയൊക്കെ ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങളുടെ പങ്കാളിക്ക് ഇതുപോലെ കൊടുക്കാൻ കഴിഞ്ഞാൽ ആ മനസ്സിലുള്ള സന്തോഷം ഞാൻ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്കും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ പലരും കൊടുക്കുന്നവരൊക്കെ തന്നെ ആയിരിക്കും, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. പല പേരും കൊടുക്കാൻ പറ്റാത്തവരും ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഫുഡുകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രോസ്റ്റഡും അതുപോലെ അൽഫാമും ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഞാൻ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുമ്പോഴേ ഈ പിള്ളേർ ഞാൻ മുറിക്കാമെന്ന് പറഞ്ഞ് അടിയാവും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞാൽ എല്ലാവരും കൂടെ അങ്ങ് മുറിച്ചോളാൻ. അവിടെ ഇടയ്ക്കൊരാൾ നിൽപ്പുണ്ട്, കാണുന്നില്ല. അപ്പോൾ ഇക്കായെ എവിടെ പോയാലും എന്ത് ഭക്ഷണം കഴിച്ചാലും ഞങ്ങൾക്ക് കൂടെ മേടിച്ചുകൊണ്ട് വരും. പറ്റുമെങ്കിൽ അവിടെ കൊണ്ടുപോയി മേടിച്ച് തരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയത് വളരെ ഒരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആണുങ്ങൾ പൊതുവേ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് അവരെല്ലാ ഭക്ഷണങ്ങളും കഴിച്ച് ടേസ്റ്റ് അറിഞ്ഞവരായിരിക്കും. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാനിതൊക്കെ കഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലാണെങ്കിലും ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ആദ്യമായിട്ട് മേടിച്ച് തരുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ അവസരത്തിൽ എനിക്കത് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലുള്ള എല്ലാവർക്കും സ്റ്റാഫിനും ഒക്കെ നമ്മൾ കേക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ആളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ. അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചായിരുന്നു, പക്ഷേ ഇത്രയ്ക്കും ഇതാക്കാൻ കാരണം എൻ്റെ ഐഷു ആണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ നെടുംതൂണെന്ന് പറയുന്നത് ആ വീട്ടിലെ ഒരു ഗൃഹനാഥൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇക്കാക്ക് അള്ളാഹു ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും അതുപോലെ അവരുടെ കുടുംബങ്ങൾക്കും അള്ളാഹു ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും നിലനിർത്തി തരട്ടെ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ ഉമ്മാക്ക് വീട്ടിലേക്ക് പാർസലും കൂടെ മേടിച്ചായിരുന്നു കേട്ടോ. ഉമ്മയെ എവിടെ പോകാൻ വിളിച്ചാലും ഉമ്മ വരത്തില്ല കേട്ടോ. ഉമ്മ വീട്ടിലങ്ങിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരാൾ സമൂസ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് മനസ്സിലായില്ല സമൂസ എന്തുവന്ന്.
മയോണൈസിനെ ആയിരുന്നു സമൂസ സമൂസ എന്ന് പറഞ്ഞത്. അതിൻ്റെ പേര് കൊച്ചിനറിയാൻ വയ്യായിരുന്നു. വലിയ ബിൽഡപ്പിലൊക്കെ വരുന്ന കണ്ടുകൊണ്ട് ഇക്ക വിചാരിച്ച് ഇക്കായെ കൊണ്ട് എന്നെ പൈസയൊക്കെ കൊടുപ്പിക്കുമെന്ന്. പക്ഷേ ഞാനാണ്ടാ പൈസ കൊടുത്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കച്ചവടത്തിനൊക്കെ പോയിട്ട് വരുന്നതുകൊണ്ട് മൊത്തം ചില്ലറയായിരിക്കുമേ. അപ്പോൾ ചില്ലറ എടുക്കുന്ന കണ്ടുകൊണ്ട് ഇക്ക പറഞ്ഞു, വേണ്ടാടി ഞാൻ കൊടുക്കാം, കുഴപ്പമില്ല, ഗൂഗിൾ പേ ചെയ്താൽ മതിയെന്ന്. എനിക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുക്കണ്ടേ, നീ വെറുതെ കയ്യിലുള്ള പൈസ ചിലവാക്കണ്ട, കുഴപ്പമില്ല ഞാൻ കൊടുത്തോളാന്ന്. ഞാൻ സമ്മതിച്ചില്ല, ഞാൻ തന്നെ കൊടുത്തേട്ടാ. അവസാനത്തെ ഇക്കാൻ്റെ ഒരു ഡയലോഗ് കേട്ടാ, ഈ പൈസ നീ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റുമെന്ന്. എത്രയൊക്കെ അറിഞ്ഞു തന്നാലും കുറച്ച് അടിച്ചു മാറ്റുന്നതിൻ്റെ ഒരു സന്തോഷം വേറെയല്ലേ. പലതരത്തിലുള്ള പോക്കറ്റടികൾ ഇവിടെ കാണുമെന്ന് എനിക്കറിയാം. പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ ഇക്ക അറിയാതെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തതിന് ഇക്കാക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാനൊന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ ഭയങ്കര സൗണ്ടും ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഇക്ക പറയുന്നതൊന്നും ക്ലിയർ ഇല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബർ 7000 രാവിലെ ആയായിരുന്നു. അത് പിന്നെ ജഗതി പുലിവാൽ കല്യാണം സിനിമയിലെ മോതിരം ഇടും ഊരും അത് കണക്ക് തിരിച്ച് കുറഞ്ഞു വന്നതുകൊണ്ട് അതും കൂടെ ഇവിടെ ഒന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. ഇത്രയും നേരം എൻ്റെ തള്ളുകളെല്ലാം കേട്ട് ക്ഷമിച്ചിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഓക്കെ, ബായ്.